തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം. നിർമ്മാണം നടക്കുന്ന അമ്മയും കുഞ്ഞും വാർഡിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും സാനു കെ സജീവ് ചേരുകയാണ്. സാനു, എന്താണ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്? തീ നിയന്ത്രണ വിധേയമായോ? എന്താണ് ഈ തീപിടിക്കാനുള്ള കാരണം? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ സാനു? അശ്വതി, അല്പസമയം മുമ്പാണ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള പുതിയ നിർമ്മാണം നടക്കുന്ന അമ്മയും കുഞ്ഞും വാർഡിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു 7 നില ബിൽഡിങ്ങിലാണ് അല്പസമയം മുമ്പ് തീ പടർന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ഗ്ലാസിന്റെ ആ ഭാഗമൊക്കെ തകർന്ന് വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായതിന്റെ അവശേഷിപ്പുകളൊക്കെ കാണാം. എന്തായാലും തീ പൂർണ്ണമായിട്ട് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 4 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തി ശ്രമകരമായിട്ടാണ് അവർ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. അതായത് ഈ കെട്ടിടത്തിന്റെ ഏകദേശം 70% നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഇതിന്റെ വൈദ്യുതിവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയറിംഗ് ജോലികൾ അടക്കം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വയറിംഗ് സാമഗ്രികളിൽ, അതേപോലെ തന്നെ AC-യുടെ നിർമ്മാണം അല്ലെങ്കിൽ AC ഒക്കെ അവിടെ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ച വസ്തുക്കളിലാണ് തീ പടർന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ ഒരു അഗ്നിബാധ ഉണ്ടായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ ഇവിടെ വലിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. വളരെ വേഗത്തിൽ ഫയർഫോഴ്സിന് ഈ തീ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സ്ഥലം MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും എന്താണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണം? എന്തെങ്കിലും അസ്വാഭാവികം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവിടേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ തീപിടുത്തം നടന്ന ബ്ലോക്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ പരിശോധനാ വിധേയമാക്കട്ടെ. അവിടെ ഈ AC ഉൾപ്പെടെയുള്ള ഇലക്ട്രിസിറ്റി മറ്റേ അതിൻ്റെ റബ്ബർ റോളുകൾ, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വച്ച ഒരു റൂമിനകത്തു നിന്നാണ് പുക കണ്ടതെന്നാണ് പറയണത്. പൂർണ്ണമായിട്ട് കത്തി നശിച്ചു, അങ്ങനെ വല്ല വിവരങ്ങൾ? അതവിടെ ചെന്നാലാണ് അറിയുക, അവിടെ ചെന്നാലാണ് അത് മനസ്സിലാവുക. MLA വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ വയറിംഗ് സാമഗ്രികളുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ വളരെ വേഗത്തിൽ കത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തീ പടർന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ ഉദ്യോഗസ്ഥർ ഉള്ളിൽ കയറി വീണ്ടും പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെയാണ് അത് തുടർന്നും കത്താനായിട്ടുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഉള്ളിൽ വീണ്ടും പരിശോധന നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ നിലയുടെ 3ാമത്തെ നിലയിലും അതേ ആണ് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാണ്. പുകയൊന്നും കാണുന്നില്ല. ആശ്വാസകരമായ വിവരമാണ് അപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. തീ നിയന്ത്രണ വിധേയമായി. തീ പിടിക്കാനുള്ള കാരണം, തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ സംഭവ സ്ഥലത്ത് നിന്നും പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സാനു.